ഹലോ, ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ചെമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റേർഡ് പൗഡർ ഞാൻ പാലിൽ കലക്കി അവിടെ സെറ്റാക്കി വെച്ചതാണ്. ഇത് ചൂട് പാലിൽ ഒരിക്കലും കലക്കരുത്. ഒന്നെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാല് അല്ലെങ്കിൽ തണുത്ത പാല്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു കട്ടയില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കട്ട ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ ഈ ഉപയോഗിച്ച കസ്റ്റേർഡ് വാനില ഫ്ലേവേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, വാനില ഒരു ഫ്ലേവർ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഈ ഒരു പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾ കൈ വിടാതെ മിക്സ് ചെയ്യണം, കാരണം അടിയിൽ പിടിച്ച് അതിൻ്റെ സ്മോക്കി ഫ്ലേവർ ഇതിലേക്ക് വന്ന് പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാല് കുറച്ച് തിക്കായി വരും. ഇപ്പോൾ കാണുന്നില്ലേ, കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പാലിൽ ആദ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാൻ മറന്നു. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് കൂട്ടി കുറയ്ക്കുകയെല്ലാം ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഇട്ടതിനെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് പാല് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിനാണ് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നിങ്ങൾ കൂളാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നിങ്ങൾ ഈ ചൂടുള്ള പാത്രപ്പാട് ഫ്രിഡ്ജിൽ വെക്കരുത്. നിങ്ങളിതൊന്ന് ചൂടൊന്ന് പോയിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, നട്ട്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഐസ്ക്രീം, അതൊക്കെ ആഡ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.